മുട്ട വെച്ചിട്ട് ഒരു കുറുമയാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത്. ഇത് നമുക്ക് ഡിന്നറിന് വേണ്ടിയിട്ടും ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ പാർട്ടിയിൽ ഉണ്ടാക്കി വെക്കാൻ പറ്റിയ നല്ലൊരു കുറുമയാണിത്. നമുക്കിത് പൊറോട്ടയുടെയും ഭട്ടൂരയുടെയും ഒക്കെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ പാർട്ടിയിലൊക്കെ നമുക്ക് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കി വെക്കാൻ പറ്റിയൊരു കുറുമയാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ടേസ്റ്റി കുറുമ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നിങ്ങൾ കണ്ണൂർ കിച്ചൺ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ ചുവന്ന ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യൂ. എന്നിട്ട് അതിൻ്റെ അടുത്ത് കാണുന്ന ഈ ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യൂ. അപ്പോൾ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടുന്നതായിരിക്കും. ഞാനിവിടെ 4 മുട്ട പുഴുങ്ങിയതിന് ശേഷം അതിൻ്റെ തോടൊക്കെ കളഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. 4 മുട്ട വെച്ചിട്ടാണ് നമ്മളിന്ന് കുറുമ ഉണ്ടാക്കുന്നത്. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഈ പാൻ നന്നായിട്ടൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ വെളിച്ചെണ്ണയാണെങ്കിലും അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വെജിറ്റബിൾ ഓയിലാണെങ്കിലും കുഴപ്പമില്ല. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഇനി 2 സവാള വളരെ നേരിയതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ചെറിയ 2 സവാളയാണ്, വലുതാണെങ്കിൽ ഒരെണ്ണം എടുത്താൽ മതി. വളരെ നേരിയതായിട്ട് അരിഞ്ഞെടുത്ത സവാളയാണ്. ഈ സവാള എണ്ണയിലിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നല്ലൊരു ബ്രൗൺ കളറാകുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കണം. ഇതുപോലെ ഇളക്കിക്കൊണ്ടേയിരിക്കുക. സവാളയുടെ കളറൊക്കെ മാറി നല്ലൊരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. മുഴുവൻ സവാളയും പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് തണുക്കാൻ വേണ്ടി ഇതുപോലെ നിരത്തി വെക്കുക. ഇനി എണ്ണയിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ വെളുത്ത എള്ള് ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പോൾ കറുത്ത എള്ളാണ് കയ്യിലുള്ളതെങ്കിൽ അത് ചേർത്താലും മതി. എള്ള് ഇതിലേക്കൊന്ന് മിക്സ് ചെയ്ത ഉടനെ തന്നെ ഇതിലേക്കൊരു 10 കശുവണ്ടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി കശുവണ്ടിയും എള്ളും കൂടി ഒന്ന് വറുത്തെടുക്കാം. ചെറിയ തീയിൽ വെച്ചിട്ട് വറുക്കണം. എള്ള് പെട്ടെന്ന് കരിഞ്ഞു പോവും. 1 മിനിറ്റ് വരെ ഒന്ന് ഇതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. അതിനുശേഷം ഇതിലേക്ക് 2 തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. 2 ചെറിയ തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. തക്കാളി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. 2-3 മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക തക്കാളി ചേർത്തതിന് ശേഷം. അതിനുശേഷം നമുക്കിതിവിടെ അടച്ച് വെച്ചിട്ട് ചെറിയ തീയിൽ ഒരു 5 മിനിറ്റ് വേവിക്കാം. തക്കാളി നന്നായിട്ടൊന്ന് വെന്തുടഞ്ഞ് വരണം. 5 മിനിറ്റിന് ശേഷം നമുക്കിത് തുറന്ന് നോക്കാം. ഇതിൽ ചേർത്തിരിക്കുന്ന തക്കാളിയും അണ്ടിപ്പരിപ്പും ഒക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതുപോലെ നന്നായിട്ട് ഒന്നുകൂടി ഇളക്കിയതിന് ശേഷം നമുക്കിത് അടുപ്പത്തുനിന്ന് മാറ്റിയിട്ട് തണുക്കാൻ വെക്കാം. ഒരല്പം ഒന്ന് തണുത്തതിന് ശേഷം ഇതൊക്കെ കൂടി നമുക്കൊന്ന് അരച്ചെടുക്കണം. ആദ്യം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച സവാള ഇതിലേക്ക് ചേർക്കാം. അതിനുശേഷം തക്കാളിയും കശുവണ്ടിയും എള്ളും കൂടി റോസ്റ്റ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ആദ്യം ഇതൊക്കെ കൂടി ഒന്ന് പൊടിച്ചെടുക്കാം. ഇതുപോലെ നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുക. അതിനുശേഷം ഇതിലേക്കൊരു 1/2 കപ്പ് വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. ഇതിവിടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇതിവിടെ മാറ്റി വെക്കാം. ഇനി നമുക്ക് കറി ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനുവേണ്ടി ഒരു കുഴിയുള്ള പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഈ പാത്രത്തിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വരെ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായി വരണം. ആ സമയത്ത് നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ പുഴുങ്ങി വെച്ച മുട്ട ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ചെറിയൊരു ഗോൾഡൻ കളറാകുന്നത് വരെ നമുക്കിതുപോലെ ഒന്ന് മുട്ട ഫ്രൈ ചെയ്തെടുക്കാം. ഇത് നിർബന്ധമൊന്നുമില്ല ഈ സ്റ്റെപ്പ്. മുട്ടയ്ക്ക് ഒരു നല്ല ടേസ്റ്റ് വരും ഫ്രൈ ചെയ്ത് കഴിയുമ്പോൾ. ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ മുട്ട ചെറുതായിട്ടൊന്ന് കളർ മാറി വരുന്ന സമയത്ത് നമുക്കിത് പ്ലേറ്റിലേക്ക് തന്നെ മാറ്റാം. 4 മുട്ടയും ഇവിടെ ഫ്രൈ ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി പാനിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ ജീരകം ചേർക്കാം. ജീരകം നന്നായിട്ടൊന്ന് പൊട്ടി വരണം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. 1 മിനിറ്റ് വരെ ഒന്ന് നന്നായിട്ട് വഴറ്റുക. ഇനി ഇതിലേക്ക് 2 ചെറിയ ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്തത് ചേർക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിവിടെ അടച്ച് വെച്ചിട്ട് ചെറിയ തീയിൽ ഈ ഉരുളക്കിഴങ്ങ് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഒരു 5 മിനിറ്റ് സമയം വരെ ആദ്യം നമുക്കിതിങ്ങനെ ഒന്ന് വേവിച്ചെടുക്കാം. 5 മിനിറ്റിന് ശേഷം ഈ പാത്രം ഒന്ന് തുറന്നിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കിയെടുക്കാം. ഉരുളക്കിഴങ്ങിൻ്റെ ചില വശങ്ങളൊക്കെ നന്നായിട്ട് ബ്രൗൺ കളറായി വരുന്നുണ്ട്. ഉരുളക്കിഴങ്ങ് വെന്ത് തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് 2 പച്ചമുളക് നെടുകെ കീറിയത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അത് ഉരുളക്കിഴങ്ങിൻ്റെ കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് വീണ്ടും അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് കൂടി വേവിക്കാം. അപ്പോഴേക്കും ഉരുളക്കിഴങ്ങും പച്ചമുളകൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. 5 മിനിറ്റിന് ശേഷം വീണ്ടും നമുക്കിത് തുറന്ന് നോക്കാം. ഉരുളക്കിഴങ്ങും പച്ചമുളകൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്.
ഇതുപോലെ സ്പൂൺ വെച്ചിട്ട് നമുക്കൊന്ന് പൊട്ടിച്ച് നോക്കുമ്പോൾ മനസ്സിലാവും വെന്തിട്ടുണ്ടോ എന്ന്. ഇതിപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം. 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർക്കാം. എന്നിട്ട് ഇത് രണ്ടും ചേർത്തതിന് ശേഷം നന്നായിട്ട് വഴറ്റിയെടുക്കുക. പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ 1-2 മിനിറ്റ് നന്നായിട്ട് വഴറ്റുക. ഇതുപോലെ നന്നായിട്ട് വഴറ്റിയെടുക്കാം. നന്നായിട്ട് വഴറ്റി പൊടികളുടെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച അരപ്പ് മുഴുവനായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ മിക്സിയുടെ ജാറിൽ ഞാൻ 1 കപ്പ് വെള്ളം ചേർത്ത് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതിൽ നിന്നും ആദ്യം പകുതി കറിയിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ആദ്യം ചേർത്ത വെള്ളം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം മാത്രം ബാക്കി പകുതി, അതായത് ബാക്കി 1/2 കപ്പ് വെള്ളം കൂടി ഇതിലേക്ക് ചേർക്കാം. മൊത്തം 1 കപ്പ് വെള്ളം ഞാൻ ഇതിലേക്ക് ഇപ്പോൾ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഗ്രേവിക്ക് അധികം കട്ടി വേണ്ടാന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി വെള്ളം ചേർക്കാവുന്നതാണ്. ഈ സമയത്ത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. നമ്മൾ ഇത്രയും സമയമായിട്ട് ഇതിൽ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല. ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിവിടെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച മുട്ട ഇതിലേക്ക് ചേർക്കാം. ഇനി ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ വരെ ഗരം മസാല പൗഡറും കൂടി ചേർക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് വീണ്ടും ഇവിടെ അടച്ച് വെച്ചിട്ട് ചെറിയ തീയിൽ ഒരു 2 മിനിറ്റ് കൂടി വേവിക്കാം. മുട്ടയും ഗ്രേവിയൊക്കെ കൂടി നന്നായിട്ടൊന്ന് മിക്സായി വരണം. ഒരു 2 മിനിറ്റ് ചെറിയ തീയിൽ വേവിച്ചാൽ മതിയാവും. 2 മിനിറ്റിന് ശേഷം നമുക്കിത് വീണ്ടും തുറന്ന് നോക്കാം. നമ്മുടെ മുട്ടക്കുറുമ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരല്പം മല്ലിയില കൂടി ചേർക്കാം. മല്ലിയില ചേർത്തിട്ട് ഒന്നുകൂടി ഇത് മിക്സ് ചെയ്യാം. അങ്ങനെ ടേസ്റ്റി മുട്ടക്കുറുമ റെഡി ആയിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് അടുപ്പത്തുനിന്ന് മാറ്റി വെക്കാം. നമ്മുടെ മുട്ടക്കുറുമ ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഇനി ഇത് നമുക്ക് ചപ്പാത്തിയുടെ, ഭട്ടൂരയുടെ, പൊറോട്ടയുടെ ഒക്കെ കൂടെ കഴിക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കുറുമയാണ്. അതുപോലെ അപ്പത്തിനും ദോശയ്ക്കും ഒക്കെ നല്ല കോമ്പിനേഷനാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കുക. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്